നമസ്കാരം, ഞാൻ വിനോദ്. ശതമാനം കാണാൻ എല്ലാവർക്കും അറിയാം അല്ലേ? എന്നാൽ അത് എളുപ്പവഴി ചെയ്യാൻ ആർക്കൊക്കെ അറിയാം? നമുക്ക് ഈ ക്ലാസ്സിൽ എളുപ്പവഴി ചെയ്ത് നോക്കാം. പിന്നെ ഈ ക്ലാസ് മുഴുവനായിട്ട് കാണണം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് നോക്കാം. 1% ഓഫ് 1% ഓഫ് 25% ഓഫ് 1000 ഈസ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? 1% എന്ന് പറയുമ്പോൾ 1/100 അല്ലേ? ഓഫ് പറഞ്ഞാൽ ഇൻറ്റു ഇടുക. പിന്നെയും 1% എന്ന് പറയുമ്പോൾ 1/100. പിന്നെ ഓഫ് എന്നുണ്ട് അല്ലേ? അപ്പോൾ ഇൻറ്റു നടക്കും. ഓഫ് 25%. അപ്പോൾ എങ്ങനെ എഴുതും? 25/100. ഇനി ഓഫ് ഉണ്ട്. ഓഫ് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു ഇടണം. ഓഫ് 1000 ഇങ്ങനെ എഴുതാം. അപ്പം 1% എന്ന് വെച്ചാൽ 1/100. ഓഫ് പറയുമ്പോൾ ഇൻറ്റു ഇട്ടു. 1% എന്ന് വെച്ചാൽ പിന്നെയും 1/100. ഓഫ് പറഞ്ഞ് ഇൻറ്റു ഇട്ടു. 25% എന്ന് പറയുമ്പോഴോ 25/100 ഇൻറ്റു ഇവിടെ ഓഫ് ഇല്ല, അതുകൊണ്ട് ഇൻറ്റു ടു 1000 എഴുതി. ഇനിയോ നമുക്ക് വെട്ടാവുന്നതൊക്കെ വെട്ടിക്കളയാം. ഈ സീറോയും കട്ട് ചെയ്യാം. പിന്നെയോ ഈ സീറോയും കട്ട് ചെയ്യാം. പിന്നെ 100ഉം 25ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ എത്രയുണ്ട്? 4 കൊടുക്കും അല്ലേ? 4 × 10 അല്ലേ ഉള്ളൂ. ഇനി മുകളിൽ 1 ഉണ്ട്. 1 × 1 ഈസ് ഈക്വൽ ഈസ് എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു 4 അല്ലേ? അപ്പോൾ ഈസ് 1/4 × 10 40. ഇനി നമുക്ക് ഒന്നും കൂടെ അതിനെ ദശാംശ രൂപത്തിൽ എഴുതാൻ പറ്റില്ലേ? 1/40 എന്നുള്ള 1/40. 1 അടങ്ങില്ല. 0 ഇട്ടിട്ട് പോയിന്റ് ഇട്ടു. 10 അടങ്ങില്ല. ഇവിടെ ഒരു 0 ഇട്ടു. 100 അപ്പോൾ 2 പ്രാവശ്യം 80. ബാക്കി 20 അടങ്ങില്ല. 200 എത്രയുണ്ട്? 5 പ്രാവശ്യം 200. അപ്പോൾ എത്രയാണ് ആൻസർ? 0.025 ആണ്. 0.025 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അടുത്തത് നോക്കാം. ഇഫ് 125% ഓഫ് എക്സ് ഈസ് 100, ദെൻ എക്സിൻ്റെ വില കണ്ടുപിടിക്കുന്നത്. ഇഫ് 125% ഓഫ്, അപ്പോൾ എങ്ങനെ എഴുതും? 125/100 അല്ലേ? പെർസെൻറ്റേജ് ആകുമ്പോൾ 100 എഴുതണം. ഓഫ് എന്ന് തന്നെ എഴുതുന്ന പറഞ്ഞേക്കുന്നത് നമ്മളിവിടെ ഓഫ് എന്നപ്പം ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു, ഈസ് എന്ന് വെച്ചാൽ ഈസ് ഈക്വൽ ടു എത്രയാണ്? 100 ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ എക്സിൻ്റെ വില കണ്ടുപിടിക്കണം അല്ലേ? ദെൻ എക്സ് ഈസ് ഈക്വൽ ടു എന്നല്ലേ? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ എന്ത് ചെയ്യണം? 125 അപ്പുറം ഇവിടെ എന്ത് ചെയ്യണം? അപ്പുറം കൊണ്ടുപോയി ഹരിക്കണം. ഇവിടെ 100 കൊണ്ടുപോയി ഗുണിക്കണം. എക്സ് ഈസ് ഈക്വൽ ടു ഈ 100 ആദ്യം എഴുതണം. ഇൻറ്റു ഈ 100 ഇങ്ങോട്ട് കൊണ്ടുപോയി ഗുണിക്കണം. 100 ബൈ ഈ 125 ഇവിടെ കൊണ്ടുപോയി ഹരിച്ചാൽ മതി. 125. ഇനി വെട്ടി കുറയ്ക്കണം. എങ്ങനെ ചെയ്യും? 25 കൊണ്ട് വെട്ടാൻ വരെ 25 എത്രയുണ്ട്? 5 പ്രാവശ്യം. ഇതിൽ 4 പ്രാവശ്യം. ഈ 5 100 കൂടെ വെട്ടുമ്പോൾ എത്ര വരും? 20 പ്രാവശ്യം അല്ലേ? 25 അല്ലേ 100? അപ്പോൾ 20 × 4 എത്രയാണ് ഉത്തരം? 80 ആണ് ഉത്തരം അല്ലേ? ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 80 എന്ന് നമുക്ക് കിട്ടും. അടുത്ത കണക്ക്. ദ വാല്യൂ ഓഫ് 18% ഓഫ് 15% ഓഫ് 25/9 ഓഫ് 3800 ഈസ്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊന്ന് മായ്ക്കാം. ഇങ്ങനെ വരും. ദ വാല്യൂ ഓഫ് 18% ഓഫ്, അങ്ങനെ എഴുതണം. 18% എന്ന് വെച്ചാൽ 18/100 അല്ലേ? ദ വാല്യൂ ഓഫ് 18% ഓഫ് 15%. ഓഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ഇടണം. 15% എങ്ങനെ എഴുതണം? ബൈ 100. ഓഫ് 25/9. അപ്പം എങ്ങനെ എഴുതും? 25/9. അപ്പം ഇൻറ്റു ഇടണം. 25/9 ഓഫ് 3800. അപ്പോൾ അതും ഓഫ് ഉള്ളതുകൊണ്ട് ഓഫ് ഇൻറ്റു ഇടണം. എന്നിട്ട് 3800 ഈസ് എന്ന് വെച്ചാൽ ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഇത് വെട്ടിക്കളയാമെന്നൊക്കെ വെട്ടിക്കളയാൻ വരെ. ഈ 2 0 കട്ട് ചെയ്യാൻ പറ്റും. പിന്നെയോ 100 25 കൂടെ കിട്ടുമ്പോൾ 4 വരും. പിന്നെയോ 9ഉം 18ഉം കൂടെ കിട്ടുമ്പോൾ 2 വരും. പിന്നെ അടിയിലൊരു 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 2ഉം 4ഉം കൂടെ കിട്ടുമ്പോൾ 2 വരും. പിന്നെ ഈ 2ഉം 38ഉം കൂടെ കിട്ടുമ്പോൾ എത്ര വരും? 19. അപ്പോൾ ഇനി എത്രയേ ഉള്ളൂ? 15 × 19 എത്ര വരും? ഗുണിക്കാനത് 15 × 19. 9 45, 9 4 13, 6 5, 6 1, 5 5 3 8, 285 എന്ന് ഉത്തരം വരും അല്ലേ? 285. അപ്പോൾ ഇതിൻ്റെ ആൻസർ
ഇതിൻ്റെ ആൻസർ 285 എന്ന് കിട്ടും. കൺവേർട്ട് 9/40 ഇൻറ്റു പെർസെൻറ്റേജ്. 9/40 ഇൻറ്റു പെർസെൻറ്റേജ് ആക്കണ്ട. അപ്പോൾ എന്ത് ചെയ്യണം? 9/40 പെർസെൻറ്റേജ് ആകുമ്പോൾ ഇൻറ്റു 100 എന്ന് എഴുതിയാൽ മതി. ഇനി നമുക്കോ ഈ സീറോയും കട്ടാക്കി 9 × 10 90/4 ഈസ് ഈക്വൽ ടു 2 കൊണ്ട് ഒന്നും കൂടെ കട്ട് ചെയ്യാമല്ലേ? 2/45 എന്ന് പറയും. 45/2. അപ്പോൾ എങ്ങനെ ഹരിച്ചു നോക്കാം? 45 2 ഈ 2 4 5 ഈ 2 4 1 10 5 22.5 എന്ന് വരും ആൻസർ. 22.5 ആണ് ആൻസർ. കണ്ടോ? കൺവേർട്ട് പെർസെൻറ്റേജ് ആയിട്ട് ഇത്രയും പെർസെൻറ്റേജ് കൂടെ എഴുതി കഴിഞ്ഞാൽ ആൻസറായി. അടുത്ത് നോക്കാം. 8% ഓഫ് 5 ലിറ്റർ. 8% ഓഫ് 5 ലിറ്റർ. അപ്പോൾ 8% എങ്ങനെ എഴുതാം? ഇവിടെ ചെയ്യാം. 8% എന്ന് പറഞ്ഞാൽ 8/100 അല്ലേ? ഇൻറ്റു എത്ര? 5 ലിറ്റർ അല്ലേ? 5. ഇതോ 5ഉം 100 കൂടെ കിട്ടിയാൽ 20. 8ഉം 20ഉം കൂടെ 2 കൊണ്ട് കിട്ടാം. അപ്പോൾ എത്ര വരും? 10 4. ഇനിയും 2 കൊണ്ട് കിട്ടാൻ പോലെ. ഇവിടെ 2 ഇവിടെ 5. 5 2 ഈസ് ഈക്വൽ ടു എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 2/5. 2-ലടങ്ങുന്ന 0.2 20-ൽ 4 പ്രാവശ്യം. 4 5 20. 0.4 ആണ്. 8% ഓഫ് 5 ലിറ്റർ ഈസ് 0.4 ലിറ്റർ. നിങ്ങൾ എഴുതിയാൽ ഉത്തരവായി അല്ലേ? ഇതിൻ്റെ ആൻസറായി. അപ്പോൾ ഇങ്ങനെ എളുപ്പ വഴിയിൽ പെർസെൻറ്റേജ് ആണ് നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.